ലിവ ഇന്റർനാഷണൽ ഫെസ്റ്റിവലിൽ നാളെ ഫാൽക്കൺ റേസിംഗ് ആരംഭിക്കും. നൂതനമായ ഓർഗനൈസേഷനും ആധുനിക ഇലക്ട്രോണിക് ടൈമിംഗ് സിസ്റ്റങ്ങളും ഉപയോഗിച്ച് വളരെ ആധികാരികമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഫെസ്റ്റിവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റുകളിൽ ഒന്നാണ് ഫാൽക്കൺ റേസിംഗ്. എമിറാത്തികളും പരമ്പരാഗത ഫാൽക്കണറിയും തമ്മിലുള്ള ബന്ധത്തിന്റെയും ആഴം പ്രതിഫലിപ്പിക്കുന്ന മത്സരമായാണ് ഫാൽക്കൺ റേസിംഗിനെ കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ സാംസ്കാരിക പ്രാധാന്യവും ഈ മത്സരത്തിനുണ്ട്. 3 ദിവസങ്ങളിലായിട്ടാണ് മത്സരം നടക്കുന്നത്. ആദ്യ ദിവസമായ തിങ്കളാഴ്ച ഓണേഴ്സ് വിഭാഗം മാത്രമാണ് നടക്കുക. ഒരു ഉടമയ്ക്ക് പരമാവധി 4 ഫാൽക്കണുകൾ വരെ അനുവദിക്കും. ഓരോ ഹീറ്റ്സിലും ഒരു ഫാൽക്കൺ മത്സരിക്കും. ഗിർ ഷഹീദ്, ഗിർ പെരഗ്രിൻ, ഗിർ ഗർമൂഷ, ഗിർ തബ എന്നിങ്ങനെ ഹിറ്റ്സിൽ 4 വിഭാഗങ്ങൾ ഉണ്ടാകും. 2ാം ദിവസം പ്രൊഫഷണൽ കാറ്റഗറിയും 3ാം ദിവസം ഏറ്റവും ആവേശകരമായ ജർണാസ് കാറ്റഗറി മത്സരങ്ങളുമായാണ് നടക്കുക. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ രാവിലെ 7 മണിക്ക് മുൻപ് മത്സരവേദിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. മത്സരങ്ങളുടെ ഔദ്യോഗിക തുടക്കം 8 മണിക്കാണ്. 400 മീറ്ററാണ് മത്സരത്തിന്റെ ദൂരം. മത്സരത്തിന്റെ ഉദ്ഘാടനത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി സംഘാടക സമിതി അറിയിച്ചു. സൗദി അറേബ്യ പ്രധാന നഗരങ്ങൾക്കിടയിൽ എയർ ടാക്സി സേവനം ആരംഭിക്കാൻ ഒരുങ്ങുന്നു. US കമ്പനി ആർച്ചർ ഏവിയേഷനുമായും ചൈനീസ് കമ്പനി ഇഹാങ്ങുമായും സൗദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ കരാറിൽ ഒപ്പിട്ടു. ഇലക്ട്രിക് വെർട്ടിക്കൽ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളാണ് പറക്കും ടാക്സി സേവനത്തിന് ഉപയോഗിക്കുക. റെഡ് സീ ഗ്ലോബൽ പോലെ വികസന മേഖലകളിലേക്കും സേവനമുണ്ടാകും. ഇത് സംബന്ധിച്ച് പരീക്ഷണ പറക്കൽ ഉടൻ നടത്തി വാണിജ്യാടിസ്ഥാനത്തിൽ സേവനം ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത വർഷം ഹജ്ജ് തീർത്ഥാടകരെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കയിലെ ഹോട്ടലുകളിലേക്ക് എത്തിക്കാനും പദ്ധതിയുണ്ട്. എല്ലാ വാഹനങ്ങളുടെയും നിലവിലുള്ള നമ്പർ പ്ലേറ്റുകളുടെ രൂപകൽപ്പന പുതുക്കാനൊരുങ്ങി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുതിയ പദ്ധതി പ്രഖ്യാപിച്ചു. നിരവധി ഘട്ടങ്ങളിലായാണ് പുതിയ നമ്പർ പ്ലേറ്റുകളുടെ പദ്ധതി നടപ്പാക്കുക. ആധുനിക സ്മാർട്ട് ട്രാഫിക് സംവിധാനത്തിന് അനുസൃതമായ അന്താരാഷ്ട്ര നിലവാരമുള്ള നമ്പർ പ്ലേറ്റുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നതെന്ന് മന്ത്രാലയം അറിയിച്ചു. വാഹന നമ്പർ പ്ലേറ്റുകളുടെ ദൃശ്യത മെച്ചപ്പെടുത്തുക, പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുക, കൂടുതൽ വ്യക്തവും കൃത്യവുമായ മാനദണ്ഡങ്ങളിൽ ഏകീകരിക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് പദ്ധതി. ഭാവിയിൽ രാജ്യത്ത് വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യം പരിഗണിച്ച് വ്യത്യസ്ത ഓപ്ഷനുകൾ ഉൾക്കൊണ്ടുള്ള ഒരു സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമാണിത്. നിരവധി ഘട്ടങ്ങളിലായാണ് പുതിയ നമ്പർ പ്ലേറ്റുകളുടെ പദ്ധതി നടപ്പാക്കുക. സ്വകാര്യ വാഹനങ്ങളുടെ നമ്പർ പ്ലേറ്റുകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ മാറ്റം വരുത്തുക. ഇവയ്ക്ക് നിലവിലുള്ള നമ്പറിന് മുൻപിൽ Q എന്ന അക്ഷരം ചേർക്കും. പിന്നീട് T, R എന്നീ അക്ഷരങ്ങൾ ഘട്ടം ഘട്ടമായി ഉപയോഗിക്കും. ആദ്യഘട്ടത്തിൽ ഡിസംബർ 13 മുതൽ 16 വരെ സൂം ആപ്ലിക്കേഷൻ വഴി പ്രത്യേക നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കുന്ന വാഹനങ്ങൾക്ക് Q എന്ന അക്ഷരമുള്ള പുതിയ പ്ലേറ്റുകൾ അനുവദിക്കും. NTV UAE to the world.